ഹലോ നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ലിറ്ററേച്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ലവ് പോം ഫോർ ലോൺലി പ്രൈം നമ്പേഴ്സ് എന്നുള്ള കവിതയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ടൈറ്റിൽ തന്നെ നമുക്ക് പ്രൈം നമ്പേഴ്സ് എന്നൊക്കെ കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നും മാത്തമാറ്റിക്കലി നമുക്ക് എന്തെങ്കിലും ഭയങ്കര ടഫായിട്ടുള്ളൊരു കവിത ആവാൻ സാധ്യതയുണ്ടെന്നൊക്കെ ചിലർക്കെങ്കിലും തോന്നിയേക്കാം. പക്ഷേ ആക്ച്വലി ഇത് അങ്ങനെയല്ല, ഇതൊരു ലവ് പോമാണ്. അപ്പോൾ ഇതിൽ ഒരു ബോയ് അല്ലെങ്കിൽ ഒരു മാൻ, ഒരു ബോയ് അവൻ്റെ ഒരു ലവിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അവന് ഇഷ്ടത്തിലാവുന്ന ആദ്യത്തെ ഒരു പെൺകുട്ടി, അതിനുശേഷം അവനത് ഓക്കെ ആവില്ല എന്ന് മനസ്സിലായതിനു ശേഷം അവൻ വീണ്ടും അഫെയറിലാവുന്ന രണ്ടാമതൊരു പെൺകുട്ടി. അങ്ങനെ അത്തരത്തിലുള്ള അവരുടെ ഒരു പ്രേമത്തിനെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ലവിനെ കുറിച്ച് പറയുന്ന ഒരു കവിതയാണ്. ഇവിടെ ആക്ച്വലി വരുന്ന 3 കഥാപാത്രങ്ങൾ, ഈ ബോയ്, അവൻ്റെ ഫസ്റ്റ് ലവ്, ദെൻ സെക്കൻഡ് ലവ്, ഈ 3 പേരുടെയും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്പേഴ്സ് യൂസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അതാണ് ഇവിടെ പ്രൈം നമ്പേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ആക്ച്വലി എന്താണ് ഈ പ്രൈം നമ്പർ നമ്മൾ സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഏതെങ്കിലും ഒരു സംഖ്യേനെ അതിൻ്റെ അതേ സംഖ്യയും അതേപോലെ തന്നെ ഒന്നും യൂസ് ചെയ്ത് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ, അതായത് ഈ 2 ഫാക്ടേഴ്സ് ഉണ്ടാവുള്ളൂ. ആ സെയിം സംഖ്യ കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ 1 എന്നുള്ള ഡിജിറ്റ് കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. മൂന്നാമത് വേറൊരു ഡിജിറ്റ് കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഡിജിറ്റ്സിനെയാണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുക. നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. ഇനിയിപ്പോൾ അതാ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അവരെന്ന് റിമൈൻഡ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതിനെയാണ് പ്രൈം നമ്പർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് വരുന്ന നമ്മുടെ മെയിൻ ക്യാരക്ടറായിട്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രൊട്ടഗണിസ്റ്റായിട്ട് വരുന്നത് ആ ഒരു മെയിൽ ക്യാരക്ടറാണ്. നമ്മൾ പറഞ്ഞു ഇതിൽ ആ ഒരു എന്താ പറയുക, ബോയ് ആണ് നമുക്കിവിടെ സംസാരിക്കുന്ന ആൾ. അപ്പോൾ ആളെ തന്നെ ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 59 എന്നുള്ള പ്രൈം നമ്പർ യൂസ് ചെയ്തുകൊണ്ട്. 59 പ്രൈം നമ്പറാണ്. ഇതിന് 59 വെച്ചിട്ടും 1 വെച്ചിട്ടും മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ, വേറെ നമ്പർ വെച്ചിട്ടൊന്നും ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. പിന്നെ വരുന്ന 2 ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് 60യും 61ഉം ആണ്, 2 പെൺകുട്ടികൾ. അപ്പോൾ 60 എന്ന് പറയുന്ന ആൾക്ക് ഫസ്റ്റ് ഒരു അട്രാക്ഷൻ തോന്നുന്ന പെൺകുട്ടിയാണ്. 61 എന്ന് പറയുന്നത് ആൾ രണ്ടാമത് അഫെയറിലാവുന്ന പെൺകുട്ടിയാണ്. അപ്പം ഇങ്ങനെ 3 ക്യാരക്ടേഴ്സാണ് വരുന്നത്. അപ്പോൾ ഈ നമ്പർ യൂസ് ചെയ്ത് പറയുന്നത് ഈ കഥാപാത്രങ്ങളാണ് എന്നുള്ളത് മനസ്സിലാക്കണം. ബാക്കി ഫുൾ ഈ പ്രൈം നമ്പേഴ്സിന് അല്ലെങ്കിൽ നമ്പറിന്, ഇപ്പോൾ ഇതിൽ 59ഉം 61ഉം വരുന്നത് പ്രൈം നമ്പറാണ്, മറ്റേത് 60 വരുന്നൊരു കോമ്പോസിറ്റ് നമ്പറാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ 3 നമ്പറുകൾക്കും ഒരു പേഴ്സോണിഫൈ ചെയ്തുകൊണ്ട് മാനുഷികമായിട്ടുള്ള സ്വഭാവ സവിശേഷതകൾ കൊടുത്തുകൊണ്ടാണ് ഈ ഒരു കവിത എഴുതിയിട്ടുള്ളത് എന്നും കൂടി ഇതിനകത്ത് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കവിതയിലോട്ട് പോകാം. അപ്പോൾ ഇതിൻ്റെ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും എന്താണ് ഇവിടെ പറയാൻ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കവിതയിലോട്ട് പോകാം. 59 wakes up on the wrong side of the bed. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ആരാണ് 59? നമ്മുടെ പ്രൊട്ടഗണിസ്റ്റാണ്, നമ്മുടെ സ്പീക്കറാണ്, അവനാണ് നമ്മുടെ മെയിൽ ക്യാരക്ടറായിട്ട് വരുന്ന ആൾ കേട്ടോ. അപ്പോൾ ഈ ബോയ് 59 എന്ത് ചെയ്യുന്നുണ്ട്, രാവിലെ എഴുന്നേൽക്കുകയാണ്. അപ്പോൾ തന്നെ അവനൊരു റോങ് സൈഡിൽ നിന്നാണ് എഴുന്നേൽക്കുന്നത് നമ്മൾ ഫീൽ ചെയ്യണം. അതുകൊണ്ട് ഉദ്ദേശിക്കണമൊന്നുമില്ല, ചില ദിവസം നമുക്ക് രാവിലെ തന്നെ ഒരു സുഖമില്ലായ്മ തോന്നില്ല, ഇന്നത്തെ ദിവസം അത്ര പോരാൻ തോന്നില്ലേ. അപ്പോൾ അത്തരത്തിലൊരു റഫ് മോർണിംഗ് ആണ് അവൻ അന്ന് രാവിലെ തന്നെ ഒരു നെഗറ്റീവ് അടിക്കാൻ നമ്മൾ പറയില്ല. അപ്പോൾ അതുപോലെയാണ് അവൻ എഴുന്നേൽക്കുന്നത്. റിയലൈസസ് ഓൾ ഹിസ് ഹെയർ ഈസ് ഓൺ വൺ സൈഡ് ഓഫ് ഹിസ് ബെഡ്. അവനോട് മനസ്സിലാവണം, അവൻ്റെ ആ ഒരു ഹെയറൊക്കെ ഇങ്ങനെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ ആയിട്ടാണ് കിടക്കുന്നത്. മൊത്തത്തിൽ മെസ്സി ആയിട്ടാണ് അവൻ അവിടെ എഴുന്നേൽക്കുന്നത്. ടേക്സ് ജസ്റ്റ് അണ്ടർ എ മിനിറ്റ് ടു വർക്ക് ഔട്ട് ദാറ്റ് ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ വേ ദാറ്റ് ഹി സ്ലെപ്റ്റ്. അപ്പോൾ വേഗം അവൻ എന്ത് ചെയ്യുന്നുണ്ട്, വർക്കൗട്ട് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട്. കാരണം അവൻ നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ട്. അവൻ്റെ ഉറങ്ങിയതിൻ്റെ ആ ഒരു ക്ഷീണമൊക്കെ ഒന്ന് മാറി ഉഷാറാവാൻ വേണ്ടിയിട്ട് അവൻ വർക്കൗട്ടൊക്കെ ചെയ്യുന്നുണ്ട്. ഹി ഫൈൻഡ് സം ക്ലോത്ത്സ് ആൻഡ് ഗെറ്റ്സ് ഡ്രസ്ഡ്. അപ്പോൾ അവൻ എന്നിട്ട് വേഗം അവൻ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് അവൻ്റെ പറ്റിയ ഡ്രസ്സുകളൊക്കെ എടുത്തിട്ട് അവൻ ഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഹി കാൺ ഹെൽപ്പ് ബട്ട് ലുക്ക് ഇൻ ദ മിറർ ആൻഡ് ബി സബ്ട്ലി ഇംപ്രസ്ഡ്. അപ്പോൾ ഇവനെ കുറച്ച് എന്താ പറയുക, ഇംപെർഫെക്ഷൻസ് ഒക്കെ ഉണ്ട്. എന്നിരുന്നാലും ഇവന് നോക്കി കഴിയുമ്പോൾ എന്താണ്, ഓക്കെ, അവന് സ്വയം ഒരു ഇംപ്രഷൻ തോന്നണ, ഞാൻ കാണാൻ ഭംഗിയുണ്ട്, കൊള്ളാം, അടിപൊളിയായിട്ട് ഹാൻസം ആയിട്ട് നമ്മൾ പറയില്ലേ, അങ്ങനെ അവന് സ്വയം ഒരു ഇംപ്രഷനൊക്കെ തോന്നുന്നുണ്ട്. ഹൗ ഹി ലുക്സ് റഫ് അറൗണ്ട് ദ എഡ്ജസ് ആൻഡ് ഗെറ്റ് കാഷ്വലി മെസ്ഡ്. അപ്പോൾ കുറച്ചൊക്കെ ഇംപെർഫെക്ഷൻസ് ഉണ്ടെങ്കിലും മൊത്തത്തിൽ ഒരു മെസ്ഡ് ആയിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിലും അവൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് അവന് ഫീൽ ചെയ്യണം അവൻ്റെ മിററിൽ നോക്കുന്ന സമയത്ത്. ആൻഡ് ആസ് ഹി ഗ്ലെയിൻസ് ഔട്ട് ഓഫ് ദ വിൻഡോ ഹി സീസ് എ സൈറ്റ് ദാറ്റ് ഹി ഗെറ്റ്സ് ബ്ലെസ്ഡ്. അങ്ങനെ ഇവൻ ജനലിക്കൂടെ പുറത്ത് നോക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ നോക്കുന്ന സമയത്താണ് അവൻ എന്ത് കാണുന്നത്, പുറത്ത് അവന് അനുഗ്രഹീതനായി തോന്നുന്ന തരത്തിലുള്ള അതിമനോഹരമായ ഒരു കാഴ്ച അവൻ കാണുകയാണ്. നമ്മുടെ സാധാരണ സിനിമകളിലൊക്കെ ഹീറോയിനെ കാണുന്ന സീൻ ഉണ്ടല്ലോ, ജനലിക്കൂടെ നോക്കുമ്പോൾ, കാറിൻ്റെ ഡോറിൽ കൂടെ പുറത്ത് ട്രാഫിക്കിലോട്ട് നോക്കുമ്പോൾ, അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അങ്ങനെ കാണുന്ന സീൻ ഉണ്ടല്ലോ. അപ്പോൾ അതുപോലെ അവൻ ആരെ കാണുകയാണ്, പുറത്തേക്ക് നോക്കുമ്പോൾ അവനൊരു കാഴ്ച കാണുകയാണ്. എന്താണ് കാണുന്നത്, with off 60 from across the street. അപ്പോൾ അവിടെ വെച്ച് ആരെ കാണുന്നത്, 60നെ കാണണം. അതുകൊണ്ട് ആദ്യം ഒരു അട്രാക്ഷൻ തോന്നുന്നൊരു പെൺകുട്ടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആണ് നമ്മുടെ 60. അപ്പോൾ അവൻ 60നെ കാണാണ്. നൗ 60 വാസ് ബ്യൂട്ടിഫുൾ. അപ്പം നല്ല ഭംഗിയുണ്ട് 60നെ ഇപ്പോൾ കാണാനായിട്ട്. 60 എന്ന് പറയുന്നത് കോമ്പോസിറ്റ് നമ്പറാണ്, പ്രൈം നമ്പർ അല്ല കേട്ടോ. 59 ഒരു പ്രൈം നമ്പറാണ്, അതേപോലെ തന്നെ മറ്റേത് ഒരു കോമ്പോസിറ്റ് നമ്പറാണ്. രണ്ട് ടൈപ്പ് ഡിജിറ്റുകളാണ് കേട്ടോ.
വിത്ത് പെർഫെക്റ്റ്ലി ട്രിംഡ് ക്യൂട്ടിക്കിൾസ് ഡ്രസ്ഡ് ഇൻ സംതിങ് സ്യൂട്ടബിൾ. അപ്പോൾ അവളുടെ ക്യൂട്ടിക്കിൾസ് ഒക്കെ നല്ല ഭംഗിയായിട്ട് ട്രിം ചെയ്തിട്ടുണ്ട്. അത് ക്യൂട്ടിക്കിൾസ് പറഞ്ഞാൽ നമുക്ക് അറിയുമായിരിക്കും, ഈ നെയിലിൻ്റെ അവിടെ ഇങ്ങനെ എക്സ്ട്രാ വരുന്ന ആ ഒരു സ്കിന്നിനാണ് ക്യൂട്ടിക്കിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ നല്ല ഭംഗിയായിട്ട് കട്ട് ചെയ്ത് നഖമൊക്കെ നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വളരെ ഭംഗിയുള്ള അവൾക്ക് സ്യൂട്ടബിൾ ആവുന്ന ഒരു വസ്ത്രം ധരിച്ചിട്ടുണ്ട്. നെവർ റൂഡ് ഓർ ക്രൂഡ് അറ്റ് ഓൾ. അപ്പോൾ യാതൊരു തരത്തിലുള്ള ഒരു ഇതും തോന്നാത്ത തരത്തിൽ വളരെ നൈസായിട്ടാണ് അവൾ ഒരുങ്ങി നിൽക്കുന്നത്. Unimprovable, right on time as usual, more on cue than a snooker ball, but likely to play it super cool. അപ്പോൾ വളരെ എന്താ പറയുക, യാതൊരു കുറ്റങ്ങളും നമുക്ക് പറയാനില്ല. വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. വളരെ എന്താ പറയുക, എല്ലാം കൊണ്ടും കാണാനും ഭംഗിയുണ്ട്. അതേപോലെ ഭയങ്കര റിലയബിൾ ആണ്, വിശ്വസിക്കാൻ പറ്റും. പറഞ്ഞ ടൈമിൽ കറക്റ്റായിട്ട് എത്തുന്ന ഒരു ആളാണ്. വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. അതേപോലെ തന്നെ ഒരു സ്നൂക്കർ ബോൾ പോലെ വളരെ പെർഫെക്റ്റ് ആയിട്ട്, അതിൽ നമുക്കറിയാം സ്നൂക്കർ ബോൾ എന്ന് പറയുന്ന സമയത്ത് അതിൽ പ്രത്യേകിച്ച് എന്താ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. വളരെ സ്മൂത്തായിട്ട് ആ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടുള്ള വസ്തുവാണ്. അപ്പോൾ അത്തരത്തിൽ വളരെ ഫ്ലോലെസ് ആയിട്ടുള്ള യാതൊരു പ്രശ്നമില്ല, നല്ല അടിപൊളിയായിട്ടുള്ള ഭംഗിയുള്ള ഒരു കുട്ടിയാണ് നമ്മുടെ ഈ 60 എന്നുള്ളത് ആൾക്ക് മനസ്സിലാവുകയാണ്. അതേപോലെ തന്നെ വളരെ ഫണ്ണാണ്, റിലാക്സ്ഡ് ആണ്. അപ്പോൾ ഇതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഓൾറെഡി പ്രൈം നമ്പർ ആയിട്ടുള്ള 59 കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു കുറച്ച് മെസ്ഡ് ആണ്, അതേപോലെ തന്നെ കുറച്ച് ഇംപെർഫെക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞു. അതായത് പ്രൈം നമ്പർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇംപെർഫെക്ഷൻ എന്താണ്, അതിനെ ആ ഒരു ഡിജിറ്റും 1ഉം യൂസ് ചെയ്ത് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ അതിന് ഘടകങ്ങളൊന്നും വരുന്നില്ല, വേറെ ഫാക്ടേഴ്സ് ഒന്നും വരുന്നില്ല. അതൊക്കെ എന്താണ്, അതിൻ്റെ കുറവുകളാണ്. അതേസമയം 60 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരുപാട് ഡിജിറ്റുകൾ വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ ഇതെന്താണ്, ഒരു കോമ്പോസിറ്റ് നമ്പറാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ അതിനെ നേരെ ഓപ്പോസിറ്റായി പറയുന്നത്. 59 കുറിച്ച് പറയുമ്പോൾ കുറച്ച് കുറവുകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ 60 കുറിച്ച് പറയുന്ന സമയത്ത് എന്താണ്, എല്ലാം പെർഫെക്റ്റ് ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊരു കോമ്പോസിറ്റ് നമ്പർ ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. 59 wanted to tell her that he knew her favorite flower. അപ്പോൾ ഇനി നമ്മൾ 60നെ ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചിന്തകളൊക്കെ വരുന്നത്. അവിടെ പറഞ്ഞാൽ എനിക്ക് അവളുടെ ഫേവറേറ്റ് ഫ്ലവർ ഏതൊക്കെയാണെന്നൊക്കെ അറിയാം, എനിക്ക് അവൾക്ക് ഇഷ്ടമുള്ള പൂവ് എന്താണ്, കളർ എന്താണെന്നൊക്കെ അറിയാം എന്നൊക്കെ പറഞ്ഞാലോ. അതായത് അവളെ എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട്, അവളെ ഇഷ്ടങ്ങളൊക്കെ അവൻ അറിയുന്നുണ്ട് എന്ന് കാണിക്കാനുള്ള ആ ഒരു ഇംപ്രസ് ചെയ്യിക്കാനുള്ള മാർഗ്ഗങ്ങൾ ഇങ്ങനെ അവൻ ആലോചിക്കുകയാണ്. ഹി തോട്ട് ഓഫ് എവറി സെക്കൻഡ്, എവറി മിനിറ്റ്, എവറി അവർ. പിന്നെന്താണ്, സാധാരണ എന്താ പറയുക, കാമുകന്മാരെ പോലെ തന്നെ അവൻ എന്താ വിചാരിക്കണം, എല്ലാ സെക്കൻഡും എല്ലാ മിനിറ്റും എല്ലാ അവറും എന്ത് ചെയ്യാണ്, അവൻ അവളെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ബട്ട് ഹി ന്യൂ ഇറ്റ് വുഡൻറ്റ് വർക്ക്. പക്ഷെ പാവം അവനറിയാം ഇത് നടക്കാൻ പോകുന്നില്ല. he would never get the girl. എനിക്ക് ഒരിക്കലും ആ പെൺകുട്ടീനെ കിട്ടാൻ പോകുന്നില്ല. ബിക്കോസ് ഓൾദോ ഷീ ലിവ്ഡ് അക്രോസ് ദ സ്ട്രീറ്റ്, ദേ കെയിം ഫ്രം ഡിഫറെൻറ്റ് വേൾഡ്സ്. അപ്പോൾ സംഭവം ശരിയാണ്, രണ്ടുപേരും ഒരേ സ്ട്രീറ്റിലൊക്കെ തന്നെയാണ് ജീവിക്കുന്നത്. പക്ഷെ രണ്ടുപേരും രണ്ട് ലോകത്ത് നിന്നാണ് വരുന്നത്. അപ്പോൾ ഇതുകൊണ്ട് എന്താ ഉദ്ദേശിച്ചത്, രണ്ടുപേരും എന്ത് തന്നെയാണ്, ഡിജിറ്റുകൾ തന്നെയാണ്, നമ്പേഴ്സ് തന്നെയാണ്. പക്ഷേ ഒരാൾ എന്താണ്, പ്രൈം നമ്പറാണ്, ഒരാൾ കോമ്പോസിറ്റ് നമ്പറാണ്. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്, ഒരേ സ്ട്രീറ്റിലാണ് ജീവിക്കുന്നതെന്നുണ്ടെങ്കിലും രണ്ട് ലോകങ്ങളിൽ നിന്നാണ് വരുന്നത് എന്നുള്ളതുകൊണ്ട്. While 59 admired 60's perfectly round figure. നമ്മുടെ 59 60യുടെ ആ ഒരു നല്ല ഭംഗിയുള്ള ഫിഗറൊക്കെ നല്ല ഇഷ്ടമായി. റൗണ്ട് ഫിഗർ ആയിട്ട് ഒരു 6ഉം 0ഉം കൂടെ വരുമ്പോൾ തന്നെ ഒരു റൗണ്ട് ഫിഗർ അല്ലേ വരുന്നത്. 60 തോട്ട് 59 വാസ് ഓഡ്. പക്ഷെ അതേസമയം 60ക്ക് തിരിച്ച് 59നോട് ആ ഒരു ഇംപ്രഷൻ ഒന്നും തോന്നുന്നില്ല. അവൾക്ക് കുറച്ച് ഓടായിട്ടാണ് തോന്നുന്നത്, കുറച്ച് സ്ട്രെയിഞ്ച് ആയിട്ട്, ഒരു അസാധാരണമായിട്ടാണ് തോന്നുന്നത്. കാരണം ഈ 59 എന്ന് പറഞ്ഞാൽ ഒരു പ്രൈം നമ്പർ ആണല്ലോ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഇത് അവൾക്ക് ഫീൽ ചെയ്യാണ് 60ക്ക്. വൺ ഓഫ് ഹിസ് ഫേവറേറ്റ് ഫിലിംസ് വാസ് 101 Dalmatians. അപ്പോൾ ഇവളുടെ എന്താ പറയുക, അവൻ്റെ 59ൻ്റെ ഫേവറേറ്റ് ഫിലിമിൻ്റെ പേരാണ് 101 Dalmatians എന്നുള്ളത് പറയുന്നത്. അപ്പോൾ അത് ആ ഒരു ഫിലിമാണ്, അവരുടെ ടേസ്റ്റിൽ തമ്മിലുള്ള വ്യത്യാസമായിട്ടാണ് പറയുന്നത് 59ഉം 60ഉം തമ്മിലുള്ള. അതേസമയം ഷീ പ്രിഫർ ദ സീക്വൽ. പക്ഷെ അവൾക്ക് ഇഷ്ടം ആ സെയിം ഫിലിമിൻ്റെ സീക്വൽ, അതായത് അടുത്ത കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന പാർട്ടിനെ നമ്മൾ സീക്വൽ എന്ന് പറയുക. അതിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള കണ്ടിന്യൂഷനാണ് അവൾക്ക് ഇഷ്ടം. ഹി റൊമാൻറ്റിസൈസ്ഡ് ദ ഐഡിയ. അതായത് ഇവർ രണ്ടുപേരും രണ്ട് ടേസ്റ്റാണ് എന്നാണ് അതുകൊണ്ട് കാണിക്കുന്നത്. ഹി റൊമാൻറ്റിസൈസ്ഡ് ദ ഐഡിയ ദേ വർ സ്റ്റാർ ക്രോസ്ഡ് ലവേഴ്സ്. അപ്പോൾ ഇവങ്ങനെ വിചാരിച്ചു, സ്വയം ആശ്വസിക്കാൻ വേണ്ടി ഞങ്ങൾ സ്റ്റാർ ക്രോസ്ഡ് ലവേഴ്സ് ആണ് എന്ന് പറഞ്ഞ് ആശ്വസിക്കുകയാണ്. അപ്പോൾ സ്റ്റാർ ക്രോസ്ഡ് ലവേഴ്സ് എന്ന് പറഞ്ഞാൽ റോമിയോ ജൂലിയറ്റിനെ പോലെ പരസ്പരം എന്താ പറയുക, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് വേറെ പിരിഞ്ഞു പോകുന്ന, ഒന്നിക്കാൻ പറ്റാത്ത കമിതാക്കളെയാണ് നമ്മൾ ഈ സ്റ്റാർ ക്രോസ്ഡ് ലവേഴ്സ് എന്ന് പറയും. അപ്പോൾ ഇവന് സ്വയം സമാധാനിക്കണം, ഞങ്ങൾ സ്റ്റാർ ക്രോസ്ഡ് ലവേഴ്സ് ആയിരിക്കും, അതുകൊണ്ടായിരിക്കും ഞങ്ങൾക്ക് ഒന്നിക്കാൻ പറ്റാത്തത് എന്നിങ്ങനെ ഇവൻ സ്വയം സമാധാനിക്കുന്നുണ്ട്. They could overcome the odds and events because they had each other. അപ്പോൾ അവർക്ക് എന്താണ്, അവർക്ക് ഒരുപാട് എന്താ പറയുക ഡിഫറൻസുകളുണ്ട്, അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അവർ ഒരുപോലെയൊന്നും അല്ല. വൈൽ ഷി മെയിൻറ്റെയിൻ ദ സ്ട്രിക്റ്റ് വ്യൂസ് ഇമ്പോസ്ഡ് ഓൺ ഹെർ ബൈ ഹെർ മദർ. ഇവർ വിചാരിച്ചിരുന്നെങ്കിൽ, രണ്ടുപേരും കൂടെ മനസ്സ് വെച്ചിരുന്നെങ്കിൽ അവർ തമ്മിലുള്ള ആ പ്രശ്നങ്ങളും അല്ലെങ്കിൽ വ്യത്യാസങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുമായിരുന്നു. പക്ഷേ ഇവിടെ അവൾക്ക് അതൊന്നും താല്പര്യമില്ല. കാരണം അവൾ ഫുള്ള് ഒരു അമ്മക്കുട്ടിയാണ്, അമ്മ എന്താണ് പറയുന്നത് അതനുസരിച്ച് ജീവിച്ചു പോകുന്ന ഒരു പെൺകുട്ടിയാണ്. ദാറ്റ് സെപ്പറേറ്റ് കുഡ് നോട്ട് ബി ഈക്വൽ. അപ്പോൾ അവളുടെ അമ്മ എന്താ എപ്പോഴും പറഞ്ഞു കൊടുത്തിട്ടുള്ളത്, സെപ്പറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ രണ്ട്
എന്താ പറയുക സെപ്പറേറ്റ് സ്വഭാവമുള്ള രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തമ്മിൽ ഒരിക്കലും ഈക്വലായിട്ട് മുന്നോട്ട് പോവില്ല എന്നുള്ള ഒരു ഐഡിയ വെച്ചിട്ടാണ് ഇവളുടെ അമ്മ ഇവളെ വളർത്തിയിട്ടുള്ളത്. ആൻഡ് ദോ അറ്റ് ദ ടൈം ഹി ഫെൽറ്റ് സ്റ്റുപ്പിഡ് ആൻഡ് ഡം ഫോർ ട്രൈങ് ടു ലവ് എ ഗേൾ കൺട്രോൾ ബൈ ഹർ സ്റ്റുപ്പിഡ് മം. അപ്പോൾ പിന്നെ അവനിങ്ങനെ തോന്നുകയാണ് ഞാൻ എന്ത് മണ്ടനാണെങ്കിൽ അമ്മ പറയണത് അതേപടി വിഴുങ്ങി സ്വന്തമായിട്ടൊരു അഭിപ്രായം ഇല്ലാത്ത ഈ ഒരു പെൺകുട്ടീനാണോ എനിക്ക് പ്രേമിക്കാൻ കിട്ടിയതെന്ന് വെച്ചാൽ അവന് സ്വയം ഇങ്ങനെ അവൻ്റെ അടുത്ത് തന്നെ ഒരു ഞാൻ മണ്ടനായി പോയല്ലോ എന്നുള്ള ചിന്ത വരികയാണ്. ഹി ഷുഡ് ഹാവ് ബീൻ കംഫർട്ടഡ് ബൈ ദ സിമ്പിൾ സം. പക്ഷെ അപ്പോഴിങ്ങനെ അവൻ ഇങ്ങനെ സ്വയം എന്താ പറയുക കംഫർട്ട് ആവാൻ വേണ്ടിയിട്ട് സമാധാനിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതിനുവേണ്ടി അവൻ എന്താ യൂസ് ചെയ്യുന്നത് ടേക്ക് 59 എവേ ഫ്രം 60. അപ്പോൾ അവൻ എന്ത് വിചാരിക്കണം ഈ ഒരു 60ൽ നിന്നും ഈ 59 മാറ്റുക, അതായത് ആ ഒരു പെൺകുട്ടിയിൽ നിന്നും എന്ത് ചെയ്യുക ഞാൻ എന്നെ സ്വയം അങ്ങോട്ട് മാറ്റുക. ആൻഡ് യു ആർ ലെഫ്റ്റ് വിത്ത് ദ വൺ. അതായത് നമുക്കറിയാം ഇവിടെ ഫസ്റ്റ് ഡയറക്റ്റ് മീനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് 60 - 59 എന്നുള്ളതാണ്. അപ്പോൾ ഈക്വൽസ് 1 അങ്ങനെയാണല്ലോ വരിക. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് 60 എന്നുള്ള പെൺകുട്ടിയിൽ നിന്നും 59 എന്നുള്ള ആൺകുട്ടി എന്ത് ചെയ്യുക സ്വയം ഞാനവിടെ മാറുക, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ആ ഒരു റിലേഷൻ മുന്നോട്ട് പോവില്ല എന്ന് മനസ്സിലായിട്ട് അവൻ അതിൽ സ്വയം പിൻവാങ്ങുന്ന ആ ഒരു സംഭവമാണ് ഇവിടെ ഉദ്ദേശിക്കണം. ഷുവർ എനഫ് ആഫ്റ്റർ 2 months ഓഫ് മോപ്പിംഗ് അറൗണ്ട് അങ്ങനെ വീണ്ടും ഒരു 1-2 മാസം ഇങ്ങനെ അവൻ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നുണ്ട്. 61 days later 61 ദിവസം കഴിഞ്ഞു. 61 was who he found. അങ്ങനെ ഇരിക്കുകയാണ് അവൻ്റെ ലൈഫിലേക്ക് പുതിയ കഥാപാത്രമായിട്ടുള്ള അവൻ്റെ 61 വരുന്നത്. നമ്മൾ പറഞ്ഞു ആദ്യം അവൻ അട്രാക്ഷൻ 60യോട് തോന്നുന്നുണ്ട്, പിന്നെ അവൻ എന്താ പറയുക അഫെയറിലാവുന്നത് 61 എന്നുള്ള പെൺകുട്ടിയായിട്ടാണ്. അപ്പോൾ ഈ 61 എന്ത് തന്നെയാണ് ഒരു പ്രൈം നമ്പറാണ് 59നെ പോലെ തന്നെ. ഹി ഹാഡ് ലോസ്റ്റ് ഹിസ് കീസ് ആൻഡ് ഹിസ് പാരൻസ് വെർ ഔട്ട്. ഒരു ദിവസം ഇവൻ അവൻ്റെ വീടിൻ്റെ ചാവി അവൻ്റെ കയ്യിലില്ല, ചാവിയും കൊണ്ട് അവൻ്റെ പാരൻസ് പുറത്ത് പോകുക എന്തോ ചെയ്തിരിക്കണം, പാരൻസും വീട്ടിലില്ല. അപ്പോൾ ഇവനിങ്ങനെ ആരുടെങ്കിലും ഹെൽപ്പ് വേണമല്ലോ. സോ വൺ ഡേ ആഫ്റ്റർ സ്കൂൾ ഹി വെൻറ്റ് ഇൻ ടു എ ഹൗസ്. അപ്പോൾ അങ്ങനെ ഇവൻ സ്കൂളിൽ നിന്ന് ഒരു ദിവസം വന്ന സമയത്ത് നോക്കുമ്പോൾ വീട്ടിൽ ചാവിയില്ല, വീട്ടിൽ പാരൻസ് ഇല്ല. അപ്പോൾ അവൻ ആകെ കുടുങ്ങി നിൽക്കുകയാണ്. ആസ് ഹി നോട്ടീസ് സ്ലൈറ്റ്ലി വോങ്കി നമ്പേഴ്സ് ഓൺ ദ ഡോർ. അപ്പോൾ അവൻ തൊട്ടപ്പുറത്തുള്ള വേറൊരു വീട്ടിലേക്ക് സഹായത്തിന് വേണ്ടിയിട്ട് അവൻ ചെല്ലുകയാണ്. അപ്പോൾ അവിടെ ചെല്ലുന്ന സമയത്താണ് അവിടുത്തെ ഒരു ഹൗസ് നമ്പർ ഇങ്ങനെ അവൻ ശ്രദ്ധിക്കുന്നത്. ഹി വണ്ടേർഡ് വൈ ഹി ഹാഡ് നെവർ ഇൻട്രൊഡ്യൂസ്ഡ് ഹിംസെൽഫ് ബിഫോർ. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോഴാണ് അവൻ്റെ പോലെ തന്നെ അവർ മെസ്സി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും നമ്പേഴ്സൊക്കെയാണ് അവിടെ കാണുക. അപ്പോൾ തോന്നുന്നത് എന്തുകൊണ്ട് ഞാനിവിടെ മുന്നേ വന്നിട്ടില്ല. ആസ് ഷി ലെറ്റ് ഹിം ഇൻ ഹിസ് ജോ ഡ്രോപ്ഡ് നോ. അപ്പോൾ അങ്ങനെ ഇവൻ ചെന്ന് കയറുന്നത് ആരുടെ വീട്ടിലോട്ടാണ്? നമ്മുടെ 61ൻ്റെ വീട്ടിലോട്ടാണ്. അപ്പോൾ അവിടെ ചെന്ന് ഇവൻ ഓൾറെഡി അവൻ്റെ വീട്ടിലേക്ക് കയറാൻ പറ്റാത്തൊരവസ്ഥയിലാണല്ലോ നിൽക്കുന്നത്, ചാവി കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവൾ എന്ത് ചെയ്യാണ് ശരി അകത്തേക്ക് വരുന്ന വണ്ടി ഇവനെ ഉള്ളിലേക്ക് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇവളുടെ ആ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവൻ ഭയങ്കരമായിട്ട് അവൻ അങ്ങനെ വാ തുറന്ന് നോക്കാന്ന് പറയില്ലേ, വാ പിളർന്ന് നോക്കാന്നൊക്കെ പറയില്ലേ, അപ്പം അതുപോലെ ഇവൻ ആ അന്തം വിട്ട് നോക്കുകയാണ്. 61 വാസ് ലൈക്ക് 60. ഈ 61 എന്താണ് 60 പോലെ തന്നെയാണ്, ബട്ട് എ ലിറ്റിൽ ബിറ്റ് മോർ. പക്ഷേ 60യേക്കാൾ കുറച്ചും കൂടെ ബെറ്ററാണ്, കുറച്ചും കൂടെ ഭംഗിയുണ്ട്. കാരണം ഈ 60നേക്കാൾ ഒരു ഡിജിറ്റ് കൂടുതലാണല്ലോ 61. അങ്ങനെയും നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ എന്താ 60യേക്കാൾ ഭംഗിയും സ്വഭാവമൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്ററാണ് 61 എന്നുള്ള മീനിങ്ങിൽ നമുക്ക് എടുക്കാം. അപ്പോൾ ഇതിലെന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഓരോ ലൈൻ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. നമ്പർ വൈസ് നോക്കുമ്പോൾ അതിനൊരു മീനിങ് വരുന്നുണ്ട്. 59, 60, 61 എന്നുള്ള നമ്പറുകളെ വെച്ച് നോക്കുമ്പോൾ ഈ കവിതയ്ക്ക് ഒരു മീനിങ് വരുന്നുണ്ട്. അതേസമയം 59, 61, 60 എന്ന് പറയുന്നത് വ്യക്തികളായി കൺസിഡർ ചെയ്ത് നോക്കുമ്പോൾ ഇതിന് വേറെ മീനിങ് വരുന്നുണ്ട്. അതാണ് ഞാൻ രണ്ട് തരത്തിലും എന്നുള്ള രീതിക്ക് ഞാൻ പറയുന്നത് കേട്ടോ. ഷി ഹാഡ് പ്രെറ്റിയർ ഐസ് ആൻഡ് ആൻ അപ്രോച്ചബിൾ സ്മൈൽ. നല്ല ഭംഗിയുള്ള കണ്ണും ഭംഗിയുള്ള ചിരിയൊക്കെ ഉണ്ട്. ആൻഡ് ലൈക്ക് ഹിം റഫ് അറൗണ്ട് ആൻഡ് ജസ്റ്റ് കാഷ്വൽ സ്റ്റൈൽ. അതേപോലെ തന്നെ അവനെ പോലെ തന്നെയാണ്, അത്യാവശ്യം റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള എന്നാൽ വളരെ കാഷ്വൽ ആയിട്ടുള്ള ഒരുപാട് വലിയൊരു ഇതൊന്നും ഇല്ലാത്ത ഒരു ടൈപ്പാണ്. ആൻഡ് ലൈക്ക് ഹിം എവറിത്തിങ് വാസ് ഇൻ ഡിസോർഗനൈസ്ഡ് പൈൽസ്. ഇവനെ പോലെ തന്നെയാണ്, ഭയങ്കര മെസ്സിയാണ്, എല്ലാം ഒന്നും ഇങ്ങനെ അടുക്കി പെറുക്കി വെക്കുന്ന അങ്ങനത്തെ സ്വഭാവമൊന്നുമില്ല, വളരെ മെസ്സി ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ആൻഡ് ലൈക്ക് ഹിം ഹർ മാം ഡിഡിൻ മൈൻഡ് ഇഫ് ഫ്രണ്ട്സ് സ്റ്റേഡ് എ വൈൽ. അതേപോലെ തന്നെ അവനെ പോലെ തന്നെയാണ്, അവൻ്റെ അമ്മയും പറഞ്ഞ പോലെ ഇവൻ്റെ കൂടെ ഫ്രണ്ട്സ് കുറച്ച് നേരം നിന്നാലൊന്നും ഒന്നും പറയില്ല. അതേപോലെ തന്നെയാണ് അവളുടെ വീട്ടുകാരും. അങ്ങനെ ഇവളുടെ കൂടെ കുറച്ച് നേരം ഫ്രണ്ട്സ് കൂടെ സ്പെൻഡ് ചെയ്താലോ അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് പാരൻറ്റ് ചെയ്ത് വളർത്തുന്ന ഒരു കുട്ടിയൊന്നുമല്ല. നമ്മുടെ 60നെ പോലെ അമ്മ പറഞ്ഞത് അങ്ങനെ കേട്ട് അമ്മ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് അങ്ങനത്തെ ഒരു ടൈപ്പൊന്നുമല്ല 61. ബിക്കോസ് ഷി വാസ് ലൈക്ക് ഹിം ആൻഡ് ഹി ലൈക്ക് ഹർ. അപ്പോൾ എന്താണ് ഇവർ രണ്ടുപേരും ഏകദേശം ഒരുപോലെയാണെന്ന് അവന് മനസ്സിലാവുകയാണ്. അതുകൊണ്ട് തന്നെ അവൻ അവളെ ഭയങ്കര ഇഷ്ടമാവുകയാണ്. ഹി റെക്കൺഡ് ഷി വുഡ് ലൈക്ക് ഹിം ഇഫ് ഷി ന്യൂ ഹി വാസ് ലൈക്ക് ഹർ. അപ്പോൾ അവൻ വിചാരിക്കുകയാണ് ഞാനും അവളെ പോലെയാണെന്ന് അവൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൾക്കും എന്തുണ്ടാവും എൻ്റെ അടുത്ത് സ്നേഹം തോന്നാനുള്ള സാധ്യതയുണ്ട് എന്ന് അവന് തോന്നുകയാണ്. ആൻഡ് ഇറ്റ് വാസ് ഡിഫറെൻറ്റ് ദിസ് ടൈം. അപ്പോൾ എല്ലാം ഇപ്രാവശ്യം വളരെ വ്യത്യസ്തമായിരുന്നു. അതായത് അവൻ്റെ പ്രീവിയസ് എക്സ്പീരിയൻസ് വെച്ചിട്ട്, പ്രീവിയസ് എക്സ്പീരിയൻസ് നമ്മൾ 60 ആയിട്ടുള്ള അവൻ്റെ ഒരു എന്താ പറയുക അട്രാക്ഷനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആ സമയത്തെല്ലാം നെഗറ്റീവ് ആയിരുന്നല്ലോ, അവൻ അപ്രോച്ച് ചെയ്യുന്നതനുസരിച്ചിട്ട് ഇവള് വിട്ട് പോകുമായിരുന്നു. അപ്പോൾ ഈ ഇപ്രാവശ്യം എല്ലാം ഡിഫറെൻ്റ് ആയിട്ടാണ് സംഭവിക്കുന്നത്. ഐ മീൻ ദിസ് ഗേൾ വാസ് വിക്കഡ്, സോ ഹി പ്ലക്ക്ഡ് അപ്പ് ദ കറേജ് ആൻഡ് ആസ്ക്ഡ് ഫോർ ഹർ ഡിജിറ്റ്സ്.
അപ്പോൾ പറയാണ് ഇവള് കുറച്ചും കൂടെ വ്യത്യസ്തമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവൻ എന്ത് ചെയ്യേണ്ടത് ധൈര്യമായിട്ട് അവളുടെ അടുത്ത് അവളുടെ ഡിജിറ്റ്സ് ചോദിക്കുകയാണെന്നാണ് പറയുന്നത്. ഇതിനും എനിക്ക് ഐ തിങ്ക് 2 മീനിങ് നമുക്ക് പറയാം. ഒന്ന്, നമുക്ക് നമ്മൾ ഒരു റിലേഷൻഷിപ്പിലേക്ക് ആകുമ്പോൾ നമ്മൾ ഫസ്റ്റ് അല്ലെങ്കിൽ ആവാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇത് ഫോൺ നമ്പർ നമ്മൾ ചോദിക്കും. അപ്പോൾ അതേപോലെ തന്നെ ആ ഒരു ആസ്ക്ഡ് ഫോർ ഹെർ ഡിജിറ്റ്സ് എന്നാണ് പറയുന്നത്. മേ ബി അത് ഫോൺ നമ്പർ ചോദിക്കുന്നു എന്നുള്ള രീതിയിലാവാം, അല്ലെങ്കിൽ അവളുടെ ഐഡൻറ്റിറ്റി അറിയാൻ വേണ്ടി. ജസ്റ്റ് ഇപ്പോൾ ആ ഒരു പെൺകുട്ടിയെ കണ്ടിട്ടല്ലല്ലോ, അപ്പോൾ അവൾ എന്താണ് സംഭവം നമുക്കറിയില്ലല്ലോ. അപ്പോൾ അവളുടെ ഐഡൻറ്റിറ്റി അറിയാൻ വേണ്ടി എന്താണ് നിൻ്റെ ഡിജിറ്റ് എന്ന് ചോദിക്കുന്നത് പോലെ ആ രീതിക്ക് നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. ഷീ സെഡ് ഐ ആം 61. അപ്പോൾ അവൾ പറയണ ഞാൻ 61 ആണ്. ഹിഗ്രിനുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ പല്ലിളിച്ച് കാണിക്കാൻ അവനിങ്ങനെ ചിരിക്കുകയാണ്. സെഡ് ഐ ആം 59. ഞാൻ 59 ആണ്. അപ്പോൾ അവനത് മനസ്സിലായി രണ്ടുപേരും പ്രൈം നമ്പറാണ്, ഒരേ ടീമാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ മനുഷ്യന്മാരുടെ കേസ് വെച്ച് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഏതാണ് റിലീജിയൻ ആണോ എന്നൊക്കെ ചോദിക്കണമായിരിക്കും. അപ്പോൾ രണ്ടും ഒരേ സംഭവമാണെന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് അടിപൊളി. അപ്പോൾ നമ്മൾ ചേർന്ന് പോവും, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാണ്ട് പോവും എന്നൊരു ഐഡിയ വരുമല്ലോ. മേ ബി ആ രീതിക്ക് വേണമെങ്കിൽ നമുക്ക് എടുക്കാം കേട്ടോ. ടുഡേ ഐ ഹാവ് ഹാഡ് എ റിയലി നൈസ് ടൈം. ഇന്ന് എനിക്ക് നല്ലൊരു ദിവസമായിരുന്നു, കാരണം ഞാൻ ആ ടൈം സ്പെൻഡ് ചെയ്ത് ഫുൾ ആരുടെ കൂടെയാണ്, 61ൻ്റെ കൂടെയാണ്. സോ ടുമോറോ ഇഫ് യു വാണ്ടഡ് യു കുഡ് കം ഓവർ ടു മൈൻ. അപ്പോൾ ഇവള് തിരിച്ച് പറയാണ് ഞാൻ ഇന്നത്തെ ദിവസമൊക്കെ നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഇവൻ 59 പറയാണ് നാളെ, ഇന്നിപ്പോൾ ഞാൻ ഫുള്ള് ഇവിടെയാണല്ലോ സ്റ്റേ ചെയ്തത്, അപ്പോൾ അതുകൊണ്ട് തന്നെ നാളെ നീ എൻ്റെ വീട്ടിലോട്ട് വരുന്നോ എന്ന് പറഞ്ഞിട്ട് അവളെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. ഷീ സെഡ് ഷുവർ, അവൾ വരാമെന്ന് പറഞ്ഞു. ഷീ ലവ് ടോക്കിംഗ് ടു സമ്മൺ ജസ്റ്റ് ആസ് ക്വോക്കി. ഷീ എഗ്രി ടു ഹിസ് അൺഒഫീഷ്യൽ ഫസ്റ്റ് ഡേറ്റ്. അങ്ങനെ അവർ ഇവനെ പോലെ തന്നെ കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ സംസാരിക്കും, തിങ്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്ന വ്യക്തികളോട് സംസാരിക്കുക ഇവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഇവർ അവരുടെ ഫസ്റ്റ് ഡേറ്റിനുള്ള ഒരു എന്താ പറയുക, അവർ എഗ്രി ചെയ്യാണ്. ഇൻ ദെൻ ഹി വാസ് ഓൺലി റെഡി 1 minute ഏർലി. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യാണ്, ജസ്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു മെസ്സിയാണ്, അപ്പോൾ കറക്റ്റ് മുൻകൂട്ടി കാര്യങ്ങളെല്ലാം തീർത്ത് വെക്കുന്ന ഒരാളെന്നല്ല, ജസ്റ്റ് 1 minute മുന്നേ മാത്രമാണ് അവൻ റെഡി ആയിട്ടുണ്ടായിരുന്നത് പിറ്റേ ദിവസം. ബട്ട് ഇറ്റ് ഡിഡ്ന്റ് മാറ്റർ ബിക്കോസ് ഷി അറൈവ്ഡ് 1 minute ലേറ്റ്. പ്രശ്നമില്ല, കാരണം അവൾ വന്നത് 1 minute വൈകിട്ടായിരുന്നു. ഇത് നമ്മൾ ഡിജിറ്റ് വൈസ് നമുക്ക് നോക്കാം കേട്ടോ. 59നേക്കാൾ ഒരു ഡിജിറ്റ് കൂടി എന്താ പറയുക 60 കഴിഞ്ഞിട്ട് വരുന്ന ഡിജിറ്റാണ് എന്ത് 61 എന്നുള്ളത്. അതേപോലെ തന്നെ അതിനേക്കാളും പുറകിലേക്ക് നോക്കുകയാണെങ്കിലും ഈ ഒരു ഡിജിറ്റ് ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ 1 minute എന്നുള്ള രീതിക്ക് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ആൻഡ് ഫ്രം ദാറ്റ് മൊമെന്റ് ഓൺ ദർ വാസ് നോൺ സ്റ്റോപ്പ് ചാറ്റർ. അതിനുശേഷം ഇവരെന്താണ് ഭയങ്കര സംസാരമൊക്കെ തുടങ്ങുകയാണ്. ഇവള് തിരിച്ച് ഇവൻ്റെ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ ഹൗ ദേ ലവ്ഡ് എക്സ് ഫാക്ടർ. അപ്പോൾ എക്സ് ഫാക്ടർ എന്നുള്ളത് നമുക്ക് ഈ പറഞ്ഞ ഒരു TV ഷോ ആണ്, ആ രീതിക്ക് നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ ഇവരുടെ ഇടയിൽ കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സിന് നമുക്ക് എക്സ് ഫാക്ടർ എന്ന് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇവരുടെ ഇടയിൽ കോമൺ ആയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ടാലൻറ്റുകൾ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് എക്സ് ഫാക്ടർ എന്ന് യൂസ് ചെയ്യാം. അങ്ങനെ ഇതിന് ഒത്തിരി മീനിങ്ങുകൾ നമുക്ക് പോയതിന് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്തരത്തിൽ ഇവരുടെ ഒരു കോമൺ ആയിട്ടുള്ള ഈ വിഷയങ്ങൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവുകയാണ്. അല്ലെങ്കിൽ നമുക്ക് ആ TV ഷോ എന്ന് തന്നെ വിചാരിക്കാം. നമ്മൾ ഓൾറെഡി 59ൻ്റെയും 60ൻ്റെയും കേസ് പറഞ്ഞു 2 പേർക്കും ഒരേ ടൈപ്പ് ഫിലിംസ് അല്ല ഇഷ്ടം. ഒന്നിനും ഒരു ഫിലിമാണ് ഇഷ്ടം, മറ്റേ ആൾക്ക് അതിൻ്റെ സീക്വൽസ് ആണ് ഇഷ്ടമെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ വരുന്ന സമയത്ത് 2 പേർക്കും ഒരേ ടൈപ്പ് പ്രോഗ്രാം തന്നെയാണ് ഇഷ്ടം. അപ്പോൾ അവർ തമ്മിലുള്ള ആ ഒരു മാച്ചിങ് ആണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. ഹൗ ദാറ്റ് ഡിഡ് നോട്ട് മാറ്റർ, ഡിസ്റ്റിങ്റ്റീവ്നെസ് മെയ്ഡ് ദം ബെറ്റർ. അപ്പോൾ എന്തായാലും അവരെ ഒന്നും കൂടെ ബെറ്റർ ആക്കുകയാണ് ചെയ്യുന്നത്, അവരുടെ ടേസ്റ്റുകളും കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ. ബൈ ദ എൻഡ് ഓഫ് ദ നൈറ്റ് ദേ ന്യൂ ദേ വർ മെന്റ് ടുഗെദർ. അപ്പോൾ അങ്ങനെ ആ ദിവസം എൻഡ് ചെയ്യുമ്പോഴേക്കും അവർക്ക് മനസ്സിലാവണം നമ്മളാണ് ഒന്നിച്ചിരി പോവേണ്ടത്, ഇവർക്ക് ഒരു റിലേഷൻഷിപ്പിലാവാം എന്നൊരു ഐഡിയയിലേക്ക് അവർ എത്തുകയാണ്. ആൻഡ് വൺ ഡേ ഷി വാസ് ടോക്കിംഗ് അബൌട്ട് സ്റ്റക്ക് അപ്പ് 60. അങ്ങനെ ഇവളൊരു ദിവസം ഇവർ ഓൾറെഡി റിലേഷൻഷിപ്പിലായി. അങ്ങനെ ഇവർ എന്ത് ചെയ്യണം, ഒരു ദിവസം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെക്കുറിച്ച് സംസാരിക്കുകയാണ്, 60നെ കുറിച്ച് സംസാരിക്കുക. കാരണം 60 നമ്മുടെ 59ൻ്റെ പഴയ ക്രഷാണ്. ഷി നോട്ടീസ് ദാറ്റ് 59 ലുക്ക്ഡ് എ ബിറ്റ് ഷിഫ്റ്റി. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ അവളെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ 59 ഒന്ന് അൺകംഫർട്ടബിൾ ആയ പോലെ അങ്ങനെ തോന്നുകയാണ്. ഹി ബ്ലഷ്ഡ്, പിന്നെ അവൻ ബ്ലഷ് ചെയ്യുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. ടോൾഡ് ഹെർ ഓഫ് എസ് ക്രഷ്. അപ്പോൾ അവൻ പറയുകയാണ് അതെൻ്റെ ക്രഷ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് 60നെ കുറിച്ച് പറയുന്നുണ്ട്. എന്നിട്ട് അവൻ പറയുന്ന ഒരു ലൈൻ നല്ല രസമുള്ളൊരു ലൈനാണ്, ദ ബെസ്റ്റ് തിങ് ദാറ്റ് നെവർ ഹാപ്പൻ ബിക്കോസ് ഇറ്റ് ലെഡ് ടു അസ്. നമ്മളിലേക്ക് നയിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മളിലേക്ക് എത്തിപ്പെടാൻ കാരണമായിട്ടുള്ള നടക്കാതെ പോയ ഏറ്റവും നല്ല കാര്യമാണ് എന്ത്, നമ്മുടെ ഈ പറയുന്ന 60. ആ ഒരു സംഭവം നടക്കാതെ പോയത് കൊണ്ടാണ് എന്ത് ചെയ്തത്, എനിക്ക് നിന്നെ കിട്ടിയത്, നമ്മൾ തമ്മിൽ ലൈഫ് ഉണ്ടായത് എന്നുള്ള വളരെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ലൈനാണ് ആളോട് പറയുന്നത്. 61 വാസ് ക്ലെവർ. 61 ഭയങ്കര ക്ലെവറാണ്. കാരണം അവൻ ആ പറഞ്ഞ കാര്യത്തിൽ ആരായാലും ഒന്നങ്ങനെ വിചാരിക്കുക, ചില കാര്യങ്ങൾ നമുക്ക് നടക്കാതെ പോകുന്നതായിരിക്കും എന്തുകൊണ്ടും ചില സമയത്ത് നമുക്ക് എന്താ പറയുക നന്നായിട്ട് വരും. നമുക്ക് ആ ഒരു സംഭവം നടക്കാതെ പോയിട്ടില്ലെങ്കിൽ പിന്നീട് നമുക്ക് അതിനേക്കാൾ എത്രയോ ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് തോന്നും അന്ന് ആ സംഭവം നടക്കാതെ പോയത് നന്നായി നമുക്ക് എപ്പോഴും ചിന്തിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് അവളും പറയുന്നത്. അപ്പോൾ അതും അവൾ ക്ലെവറായിട്ട് തന്നെയാണ് അതിനെടുക്കുന്നത്. കാരണം അതിനെ ഒരു ജലസി വന്നിട്ട് പണ്ടത്തെ ക്രഷാണല്ലേ അങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലോ എന്നും പറഞ്ഞിട്ടൊന്നും അവൾ പറയുക പ്രശ്നം ഉണ്ടാക്കുന്നില്ല. സി നോട്ട് പ്രോൺ ടു ജലസി, അവൾക്ക് അങ്ങനെ ജലസി ഒന്നും കാണിക്കുന്നില്ല. ഷി ലുക്ക്ഡ് ഹിം ഇൻ ദ ഐസ് ആൻഡ് ടോൾഡ് ഹിം ക്വയറ്റ് ടെൻഡർലി. എന്ന് അവൻ്റെ കണ്ണുകളിൽ നോക്കിയിട്ട് അവൾ വളരെ എന്താ പറയുക സൗമ്യമായിട്ട് പറയുകയാണ്, യു ആർ 59, നീ 59 ആണ്, ഐ ആം 61.
ഞാൻ എന്താണ് 61 ആണ്. ടുഗെദർ വി കമ്പൈൻ ടു ബിക്കം ട്വൈസ് വാട്ട് 60 കുഡ് എവർ ബി. നമ്മൾ ഒന്നിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 60ക്ക് ഉള്ളതിനേക്കാൾ എത്രയോ ബെറ്റർ ആവാൻ വേണ്ടി നമ്മളെ കൊണ്ട് സാധിക്കുക. നമ്മൾ എത്രയോ ബെറ്റർ ദാൻ എനഫ് എന്നാണ്, ഒരുപാട് എന്താ പറയുക, മോർ ദാൻ എനഫ് നമുക്ക് പറയാം. നമുക്ക് എന്താണോ വേണ്ടത് അതിനേക്കാളൊക്കെ ഉപരിയാണ് നമ്മൾ തമ്മിലുള്ള ഒരു കണക്ഷൻ. അപ്പോൾ അതിന് നമുക്ക് ആ ഒരു രീതിക്ക് എടുക്കാം. അല്ലെങ്കിൽ ഡിജിറ്റ് വൈസ് എടുക്കുകയാണെങ്കിലും 59 + 61 എന്ന് പറയുന്നത് എന്താണ്, 60യേക്കാൾ ഡബിൾ ആയിട്ട് വരും. അപ്പം അതുകൊണ്ട് തന്നെ ആ 60യേക്കാൾ എത്രയോ ബെറ്ററാണ് നമ്മൾ രണ്ടുപേരും കൂടെ ചേരുന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ട് ഇവനെ സമാധാനിപ്പിക്കാൻ അല്ലെങ്കിൽ ഇവനെ സപ്പോർട്ട് ചെയ്യാണ് നമ്മുടെ 61. അറ്റ് ദിസ് പോയിന്റ് 59 ഹാഡ് ടേഴ്സ് ഇൻ ഹിസ് ഐസ്. അപ്പോൾ അതൊരു കേട്ടപ്പോഴേക്കും ഇവന് ഭയങ്കര എന്താ പറയുക, സെൻറ്റിമെൻ്റൽ ആവുകയാണ്. അവൻ was so glad to have this one of a kind girl in his life. ഇപ്പം നിന്നെപ്പോലെ പെൺകുട്ടിയെ കിട്ടിയതിൻ്റെ ഭയങ്കര ഭാഗ്യമാണ് എന്ന് നമ്മൾ പറയണം. He told her the very definition of being prime. അപ്പം അങ്ങനെ അവൻ എന്ത് ചെയ്യാണ്, പ്രൈം ആവുന്നത്, പ്രൈം നമ്പർ ആവുന്നതിൻ്റെ ഡെഫിനിഷനെ കുറിച്ച് പറയുകയാണ്. അതൊന്നൊരു റൊമാൻറ്റിക് വേയിലാണ് കേട്ടോ പറയണം. അപ്പോൾ ഈ മാത്സിലെ പ്രൈം നമ്പറിനൊക്കെ ഇത്രയും റൊമാൻസ് ഉണ്ടെന്ന് ഞാനും അറിയുന്നത് ഇപ്പോഴാണ്. Was that with only one and himself could his heart divide. എൻ്റെ ഹൃദയത്തിനെ ഡിവൈഡ് ചെയ്യാൻ എന്നെ കൊണ്ടും വണ്ണിനെ കൊണ്ടും അല്ലെങ്കിൽ 1 എന്നുള്ള ഡിജിറ്റ് കൊണ്ടും മാത്രമേ സാധിക്കുകയുള്ളൂ. ആൻഡ് ഷി വാസ് ദ വൺ ഹി വാണ്ടഡ് ടു ഗിവ് ഹിസ് ഹാർട്ട് ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഹൃദയം ഭേദിക്കാൻ അല്ലെങ്കിൽ എൻ്റെ ഹൃദയത്തിന് ഡിവൈഡ് ചെയ്യാൻ എന്നെ കൊണ്ടും വേറെ ഒരാളെ കൊണ്ടും മാത്രമേ സാധിക്കുള്ളൂ. ആ 1 ആരാണ്, അത് നീയാണ് എന്ന് വളരെ റൊമാൻറ്റിക് ആയിട്ടാണ് ആൾ പറയുകയാണ്. അപ്പോൾ അത് മാത്തമാറ്റിക്കലി നോക്കുകയാണെങ്കിൽ കറക്റ്റാണ്. 59 എന്നുള്ള ഡിജിറ്റിനെ 59 കൊണ്ടും 1 എന്ന ഡിജിറ്റ് കൊണ്ടും മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റൂ എന്നാണ് അതിൻ്റെ മാത്തമാറ്റിക്കൽ വേ. അതേസമയം അതിനെ പേഴ്സോണിഫൈഡ് ചെയ്ത് മനുഷ്യന്മാരുടെ ആസ്പെക്റ്റിലേക്ക് വരുമ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കണം, എൻ്റെ ഹൃദയത്തിന് അല്ലെങ്കിൽ അതിലോട്ടുള്ള പ്രവേശനം ആർക്ക് മാത്രമുള്ളൂ, എനിക്കും അതിൻ്റെ കൂടെ തന്നെയുള്ള ഒരേ ഒരാൾ നീ മാത്രമാണ്, നിനക്ക് മാത്രമേ അവിടെ പ്രവേശനമുള്ളൂ എന്നുള്ള റൊമാൻറ്റിക് വേയിലാണ് ആളത് പറയുന്നത്. She said she felt the same and now she knew the films were half true. അപ്പോൾ എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നു. കാരണം അവൾ എന്താണ്, പ്രൈം നമ്പറാണ്. അവളെ ഡിവൈഡ് ചെയ്യാൻ ആ 61 എന്നുള്ള ഡിജിറ്റ് 61 കൊണ്ടും 1 കൊണ്ടും മാത്രം ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ആ 1 ആരാണ്, നീയാണ് എന്നൊക്കെയാണ് ആൾ ഉദ്ദേശിക്കുന്നത്. ബിക്കോസ് ദാറ്റ് വാസന്റ് റിയൽ ലവ്, ദാറ്റ് ലവ് വാസ് ജസ്റ്റ് എ സാമ്പിൾ. കാരണം സിനിമയിലൊന്നും കാണുന്നതും ശരിയല്ല, അതൊക്കെ പകുതി സത്യമാണ്. അതൊന്നും യഥാർത്ഥ പ്രേമമല്ല, അത് ജസ്റ്റ് ഒരു സാമ്പിൾ മാത്രമാണ്. വെൻ ഇറ്റ് കെയിം ടു റിയൽ ലവ്, യഥാർത്ഥ പ്രണയത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദേ വർ എ പ്രൈം എക്സാമ്പിൾ. നമ്മളാണ് ശരിക്കുള്ള നല്ലൊരു എക്സാമ്പിൾ, പ്രൈം എക്സാമ്പിളായിട്ട് നമ്മൾ നമ്മുടെ പ്രണയത്തിനെ നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും മനോഹരമായ ഒരു പ്രണയകാവ്യം പ്രൈം നമ്പേഴ്സിന് ഉണ്ടാവുമെന്ന് നമ്മളൊന്നും വിചാരിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു കവിത ഇത്രയും പറയാനുള്ളൂ. താങ്ക് യു.